ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ആ അമ്മയോട് പറയാണ്, അമ്മയുടെ 2000 രൂപയല്ലേ തിരികെ വേണ്ടത്, അത് ഞാൻ തരാമെന്ന് പറയുമ്പോൾ, മോളെ അത് നീ തരികയാണെങ്കിൽ അതിൽ നിന്ന് 1000 രൂപ നിനക്ക് ഞാൻ തരാം. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട അയ്യപ്പൻ നിൽക്കുന്നു. ഇതേ സമയം വാ അമ്മേ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരാൾ ഈ പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഉണ്ടായിരുന്നു, മാധവൻ എന്നാണ് പേര്. അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജുവിന് ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, അമ്മേ മാധവൻ്റെ മകളാണ് ഞാൻ എന്ന് പറയട്ടോ. ഇത് കണ്ടോ മാധവൻ, മഞ്ജു മാധവൻ എന്ന് എഴുതിയിട്ടുള്ളത് കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മാധവൻ്റെ മോളാണ്, വെറുതെ അല്ലേ നിന്നിൽ ആ ഗുണം കണ്ടത് എന്ന് പറയണം കേട്ടോ. ഇങ്ങനെ ഒരാളായിരുന്നു മാധവൻ, എല്ലാവരെയും മനസ്സറിഞ്ഞ് സഹായിച്ചിരുന്നു. അതുകൊണ്ട് പോലീസ് എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു. ഇന്നിപ്പോൾ പോലീസുകാരുടെ അടുത്തോട്ട് വരാൻ പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ ആ അമ്മ പറയുമ്പോൾ മഞ്ജു അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം കേട്ടോ. അങ്ങനെ അരവിന്ദാക്ഷനെ കാണാൻ പോകുമ്പോഴേക്കും ഉമ്മറ തന്നെ ഫ്രാൻസിസ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങോട്ടാണ് നീ പോകുന്നത്? അതെ, ഇവിടെ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടോ? അത് കേട്ടോണ്ടനെ എന്താ നീ പറയുന്നത്? എന്തിനേക്ക് ഇവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങേണ്ട ആവശ്യം? അപ്പോഴേക്കും അരവിന്ദാക്ഷനും ബിജിക്കുട്ടനും പുറത്തോട്ട് വരികയാണ് കേട്ടോ. ഇതേ സമയം എന്താ ഇവിടെ ഒരു ബഹളം മഞ്ജു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ, ഈ അമ്മയുടെ കയ്യിൽ നിന്നും പോലീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് 5000 രൂപ ഇയാൾ കൈക്കൂലി ചോദിച്ചിരിക്കുകയാണ്. അത്ര 5000 രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഈ അമ്മ 2000 രൂപ നൽകി. ബാക്കി പണം ഇയാൾ തന്നെങ്കിൽ മാത്രമേ അത്ര ഈ പോലീസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്നും പിന്നീട് ഈ അമ്മയുടെ പണി പോയി എന്നൊക്കെ ഇങ്ങനെ എന്നുള്ള കഥകളൊക്കെ പറയുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് ഫ്രാൻസിസ് പറയണതേ, നീ ഓരോന്നും ഇല്ലാത്തത് പറയരുതെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം മഞ്ജു പറയണേ, എനിക്ക് ഈ അമ്മ കുറച്ച് നേരത്തെ ഈ അമ്മയുടെ അടുത്തോട്ട് ഞാൻ ചെന്നപ്പോൾ പോലീസുകാരിയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ ഈ അമ്മ ഭയപ്പെട്ടു. എന്നാൽ ഈ സമയം ഇപ്പോൾ എനിക്ക് ഈ പോലീസ് യൂണിഫോമിനോട് തന്നെ അറപ്പ് തോന്നുന്നു. ഇതുപോലെയുള്ള ആളുകൾ പോലീസിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓരോ ജനങ്ങൾക്കും അവരുടെ മനസ്സിൻ്റെ വിഷമം മറ്റുള്ള പോലീസുകാരായ നമ്മളോട് വന്ന് സഹായം തേടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ അരവിന്ദാക്ഷനും ബിജുക്കുട്ടനും അതിലൊരു ശരിയുണ്ടെന്ന് തോന്നുകയാണ് കേട്ടോ. എന്നാൽ ഇത് കേട്ട് നിൽക്കാൻ ഫ്രാൻസിസിന് കഴിയില്ല. എടി, ഇനി കുറേ കാലമായല്ലോ എന്നോട് കളിക്കുന്ന, ഗിരിയുടെ ധൈര്യത്തിലാണോ നീ എന്നോട് കിടന്ന് വായിട്ട് ചിലക്കുന്നത്? അത് കേൾക്കുന്ന മഞ്ജു പറയുന്നത്, നിങ്ങളെ രണ്ട് തല്ലണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഞാനത് ചെയ്യാത്തത് നിങ്ങൾ എൻ്റെ മുകളിലുള്ള ഓഫീസർ ആയതുകൊണ്ടാണ്. എന്നാൽ ഞാൻ നിനക്ക് തരാടി എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കരണം നോക്കി ഫ്രാൻസിസ് അടിക്കാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് അയ്യപ്പൻ കൈമടക്കുകയാണ് കേട്ടോ. അയ്യപ്പൻ്റെ ആ കൈമടക്കൽ കൊണ്ട് തന്നെ അരവിന്ദാക്ഷന് ചെറിയൊരു നെഞ്ചുവേദന വരികയാണ്. നെഞ്ചുവേദന കൊണ്ട് അരവിന്ദാക്ഷൻ ഇങ്ങനെ വേദന കൊണ്ട് പുലരുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആദ്യം പറയുന്നുണ്ട് മഞ്ജു, ഇവരുടെ പൈസ കൊടുക്കുക, ഞാൻ ഇവരുടെ പൈസ ഇവർക്ക് കൊടുക്കണമല്ലേടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അടിക്കാൻ പോകുന്നത്. പിന്നീട് അരവിന്ദാക്ഷനെ പെട്ടെന്ന് പറയുകയാണ്, എന്താണ് ഫ്രാൻസിസ് സംഭവിച്ചതെന്ന് അറിയില്ല, ബിജുക്കുട്ടാ നീ വണ്ടി എടുക്കുകയെന്ന് പറയാം. എല്ലാവരും ഇങ്ങനെ വണ്ടിയിലോട്ട് കൊണ്ടുപോകാൻ കേട്ടോ. എന്നാൽ അരവിന്ദാക്ഷൻ മാത്രം പോകുന്നില്ല. എന്നാൽ പോകുന്ന സമയത്ത് 2000 രൂപ അവിടെ നിലത്ത് കിടക്കുന്നുണ്ട്. അത് അരവിന്ദാക്ഷൻ എടുത്തിട്ട് ഈ അമ്മയുടെ കൈകളിൽ കൊടുത്തിട്ട് അമ്മയോട് പറയണേ, അമ്മേ ഇതാ നിങ്ങളുടെ 2000 രൂപ, നിങ്ങൾക്ക് അർഹതയുള്ള പണം നിങ്ങൾക്ക് തന്നെ കിട്ടിയിരിക്കുന്നു, ഇനി നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു വിടണം കേട്ടോ. ഇതേ സമയം ഇതെല്ലാം കണ്ട് അയ്യപ്പൻ ഒരുപാട് സന്തോഷവാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയം പിന്നീട് മഞ്ജു തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ കാണാം അയ്യപ്പൻ കാർപോർച്ചിൽ ഇങ്ങനെ അവിടുത്തെ ലൈറ്റ് ഇങ്ങനെ നേരാക്കുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം മഞ്ജു പറയുന്നത്, ഒത്തിരി ദിവസമായി മനസ്സുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തായാലും ഈ ലൈറ്റ് മനസ്സറിഞ്ഞ് നേരാക്കിയല്ലോ അയ്യപ്പ എന്നൊക്കെ പറയുമ്പോൾ, അതന്നെയല്ലോ അയ്യപ്പൻ്റെ ഡ്യൂട്ടി, മനസ്സറിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഉത്തരം ഞാൻ നൽകുമല്ലോ. മതി കുറേ നേരമായി മുകളിലോട്ട് നോക്കി നിൽക്കുന്ന അയ്യപ്പൻ താഴെ ഇറങ്ങിയെന്ന് പറയണേ. എന്നിട്ട് പറയണേ, സത്യത്തിൽ ഈ അയ്യപ്പന് എന്താ പണിയെന്ന് ചോദിക്കാൻ കേട്ടോ. എനിക്കെന്താ പണി? നിങ്ങൾക്ക് എല്ലാവർക്കും സേവ ചെയ്യുക, അത്ര തന്നെ എൻ്റെ പണി എന്ന് പറയാൻ കേട്ടോ. ദേ അയ്യപ്പ വിളിച്ചിന് നിർത്തിയേ, കാര്യം ചോദിച്ചാൽ അതങ്ങ് പറയുമെന്ന് പറയുമ്പോൾ, ഞാനുള്ളതാടോ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം മഞ്ജു വീണ്ടും ചോദിക്കാൻ, അല്ല അയ്യപ്പ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ മതിയോ? നിനക്ക് പഠിത്തമൊന്നും ഇല്ലേ? നിനക്ക് ജോലിയൊന്നും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെ അതിന് ഉത്തരം പറയാൻ കേട്ടോ, എനിക്ക് എല്ലാം ഉണ്ട്, എല്ലാം ചെയ്തു തരുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ അങ്ങ് പോകുന്നു കേട്ടോ. പിന്നീട് ഇങ്ങനെ സ്വപ്നയാണ് കാണിക്കുന്നത്. സ്വപ്ന ഭാനുമ്മയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇനി എവിടോട്ടാടി പോയത്? ഞാൻ സഞ്ജയുടെ വീട്ടിൽ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അയാളുടെ വീട്ടിൽ പോകരുതെന്ന്, ആ ഗോപാൽജിയുടെ വീട്ടിൽ പോകരുതെന്ന്. അതെന്താ അമ്മ അങ്ങോട്ടേക്ക് പോയാൽ? ആ സഞ്ജയ് നമ്മുടെ ഗിരിയെ തല്ലിയതാണ്, അതിലെന്താ തെറ്റ്? എന്താടി നീ പറഞ്ഞത്?
ഒരു തെറ്റുമില്ല അമ്മേ. കാരണം സഞ്ജയെ ഇന്ന് മഞ്ജുവല്ലേ വെറുതെ കൊണ്ടുപോയി ലോക്കപ്പിൽ കൊണ്ട് അടിച്ചത്. അപ്പോൾ അതിന് കൂട്ടുനിന്ന ഗിരിയേട്ടനുമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗിരിയേട്ടൻ അത് ചോദിച്ചു വാങ്ങിയതല്ലേ. അപ്പോൾ മഞ്ജുവിനോട് പ്രതികാരം ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? എന്ത് പ്രതികാരം? അതെ, മഞ്ജുവിനെ ഇന്നത്തോടു കൂടി കൊല്ലുമെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എന്താടി നീ പറയുന്നത്? ആ സഞ്ജയ് എന്ന് പറയുന്ന ഒരു നെറികെട്ടവനാണ്. അങ്ങനെയൊന്നും പറയാതമ്മേ. എനിക്കറിയുന്നതാണ്. അവൻ വാദി പ്രതിയാക്കുന്ന ആ ഒരു സ്വഭാവം അവനിലുണ്ട്. അവനൊരു ഗുണമില്ലാത്തവനാണ്. അവൻ്റെ കൂടെ ആര് കൂടിയാലും നശിക്കത്തേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ, അമ്മേ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? മഞ്ജുവിനെ ഒഴിവാക്കണം, അതല്ലേ നമ്മുടെ ആവശ്യം. അത് അവൻ ചെയ്യുകയാണെങ്കിൽ അവനല്ലേ നല്ലത്. കാരണം പണമില്ലാത്ത നമുക്ക് ഒന്നും കഴിയില്ല. എന്നാൽ സഞ്ജയ്ക്ക് ഇഷ്ടം പോലെ പണമുണ്ട്. അവനെക്കൊണ്ട് എല്ലാം കഴിയുമെന്ന് പറയും കേട്ടോ. ഇതേ സമയം എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഇക്കാര്യത്തിൻ്റെ പേരിൽ നീ അതിൽ പങ്കു ചേർന്നിട്ടുണ്ടെന്ന് പറയാനിട വന്നാൽ അപ്പോൾ ഞാൻ ശരിക്കും ആരാണെന്ന് അറിയും. നീ ഇതിലൊന്നും ഇടപെടണ്ട. അവർ നാളെ നിന്നെ പ്രതിയാക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാനുമ്മ അകത്തോട്ട് പോകണം കേട്ടോ. അപ്പോൾ സഞ്ജയെ കുറേ വർണ്ണിക്കാൻ ശ്രമിക്കുമെങ്കിലും കൂടി പക്ഷേ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഭാനുമ്മയ്ക്ക്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് സ്വപ്നം ചിന്തിക്കുകയാണ്. പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. മഞ്ജു ഗൗരമ്മയോട് കാര്യങ്ങളൊക്കെ പറയണേ. ഞാനിങ്ങനെ അയ്യപ്പനുമായി സംസാരിച്ച് അയ്യപ്പൻ കാർ പോർച്ചിലെ ലൈറ്റൊക്കെ ശരിയാക്കി. എന്നാലും എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ മോഹിനി അവനെ ഇങ്ങനെ ഇലക്ട്രീഷ്യനൊക്കെ പഠിപ്പിച്ചിട്ട് അവനതൊന്നും ചെയ്തില്ല എന്നുള്ള ആ ഒരു കുറ്റബോധമൊക്കെ മോഹിനിക്കുള്ളിലുണ്ട്. എന്നാൽ അവനക്ക് അവൻ്റെ തൊഴിലറിയുമെങ്കിൽ ആ തൊഴിലിനെങ്കിലും പോവാൻ പറ. നീ പറഞ്ഞാൽ കേൾക്കും. എൻ്റെ അമ്മയെ ഞാൻ പറഞ്ഞാൽ കേൾക്കും. എൻ്റെ ഗൗരിയമ്മ പറഞ്ഞിട്ട് കേൾക്കാത്തത് ഞാൻ പറഞ്ഞാൽ കേൾക്കും. എൻ്റെ മോളെ നീ ഒരു പോലീസുകാരിയാണ്. ആ ഒരു ബഹുമാനം നിന്നിലുണ്ടാവും. അത് കേൾക്കുന്ന മഞ്ജുവിന് ഒരു എനർജിയൊക്കെ വരികയാണ് കേട്ടോ. ഇതേ സമയം നീ അത് ചെയ്യേ എന്നിങ്ങനെ ഗൗരിയമ്മ പറയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി മഞ്ജുവിനെ അടിച്ചോരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അയ്യപ്പൻ വരികയാണ്. അങ്ങനെ അയ്യപ്പൻ വന്നിട്ട് മഞ്ജുവിനോട് പറയാണ്, ഇവിടെ ഗിരിയേട്ടൻ വരുന്നത് കൊണ്ട് തന്നെ ആ ഓട്ടപ്പാച്ചിലിൽ നീ ഇവിടെ സാധനങ്ങൾ മേടിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ അയ്യപ്പ, നിനക്കിത് എത്ര പെട്ടെന്ന് മനസ്സിലായി? എനിക്കറിയാവുന്നത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. മനസ്സറിഞ്ഞ് എല്ലാവരുടെയും കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കലാണല്ലോ എൻ്റെ പണിയെന്ന് പറയട്ടോ. എന്നാൽ ഞാൻ പോട്ടെ, ഇനിയൊന്നും നിൽക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ ഉടനെ മഞ്ജു പറയണേ, അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇതിൻ്റെ പണം വേണ്ടേ? ഇത് ഉണ്ടാക്കി തരാൻ ഞാനെന്ന് പറയുമ്പോൾ, അയ്യോ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. മോഹിനിയേട്ടനും മോഹിനി ചേച്ചിയും ശിവൻകുട്ടി ചേട്ടനൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് അയ്യപ്പ. നിനക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നീ ഈ പണം വാങ്ങണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ശരി, നിൻ്റെ താല്പര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ പണം വാങ്ങിയേക്കാം. എന്നാൽ ഈ ഒരു സാധനങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ഉടനെ അത് കുഴപ്പമില്ല, അത് നല്ല കാര്യം. അപ്പം എനിക്ക് ഏതാ ഏറ്റവും ഇഷ്ടം അയ്യപ്പ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പ്രത്യേകിച്ച് എന്താ അരവണ പായസം, അത് തന്നെയാണ് ഇഷ്ടം. ചെറുപ്പം മുതലേ എനിക്ക് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അരവണ പായസം എന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലും ആ ഒരു സീന് കഴിഞ്ഞതിന് ശേഷം മഞ്ജു അരവണ പായസം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അയ്യപ്പന് കൊടുത്തിരിക്കണം. അപ്പോൾ അയ്യപ്പൻ പറയും നല്ല ടേസ്റ്റ് ഉണ്ട്, കുറച്ചും കൂടിയൊക്കെ മാത്രം കൂട്ടിയിട്ട് അടിപൊളിയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതേ സമയം മഞ്ജു അയ്യപ്പനോട് പറയണേ, അല്ല അയ്യപ്പ, നീ എന്താ ഒരു വിവാഹം കഴിക്കാത്തത്? അത് കേൾക്കുന്ന അയ്യപ്പൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അയ്യപ്പൻ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. സാക്ഷാൽ അയ്യപ്പനാണെന്ന് മഞ്ജുവിന് അറിയില്ലല്ലോ. അങ്ങനെ എന്താ ഞാൻ ഈ ചോദിച്ചതിന് ഇത്ര വല്ലാത്ത ഞെട്ടല്ല? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയ്യപ്പൻ കാര്യം പറ, എന്താ അയ്യപ്പ വിവാഹം കഴിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാനൊരു നിത്യബ്രഹ്മചാരിയാണെന്ന് പറയണ്ടോ. അത് കേൾക്കുന്ന മഞ്ജു പറയാണ്, അതിനെന്താ, നീ വിവാഹം കഴിക്കണമല്ലോ. കാരണം മോഹിനി ചേച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നീ ഒരു വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം. അല്ലെങ്കിൽ എനിക്ക് തോന്നി നീ എന്നെ ഇവിടെ നിർത്തിയപ്പോൾ തന്നെ അരവണ പായസം സൽക്കരിക്കാൻ നിർത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവുമെന്ന്. അതുകൊണ്ട് ഞാൻ പോകുന്നു, ഞാനിനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.